നമസ്കാരം, ഞാൻ ഷാജി അലമ്പ്ര. എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യൻ്റെ ബോഡി എങ്ങനെ വരയ്ക്കാമെന്നുള്ളതിൻ്റെ അനാട്ടമിക്കൽ മെഷർമെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മുഖം അല്ലെങ്കിൽ തല, ഹെഡ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതിൻ്റെ ആ ഒരു അനാട്ടമിക്കൽ വ്യൂ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തല എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പാണ്. ജസ്റ്റ് ഒരു കോഴിമുട്ടയുടെ ആ ഒരു ഷേപ്പാണ് നമ്മൾ തല മാർക്ക് ചെയ്യാറ്. അപ്പോൾ ആ ഓവൽ ഷേപ്പ് നമ്മളെങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് വരയ്ക്കാൻ പഠിക്കുക നോക്കാം. മാത്തമാറ്റിക്കലി ഇത് വരയ്ക്കുന്നത്, ആദ്യം ഏതെങ്കിലും റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഏതെങ്കിലും റേഡിയസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ പേജിൽ കൊള്ളാവുന്ന ആ ഒരു തരത്തിലുള്ള സർക്കിൾ ഏത് റേഡിയസിൽ കൂടെ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മൾ ഇതിനെ ഇങ്ങനെ വരയ്ക്കും. അതിന് നമുക്ക് ഓരോ പോയിന്റിന് പേര് കൊടുക്കാം. എ, ബി, സി. ഈ എ, ബി, സി എന്നുള്ള പോയിന്റ്സോട് മാർക്ക് ചെയ്തതിന് ശേഷം എയിൽ നിന്നും സിയിലൂടെ ഒരു ലൈന് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ബിയിൽ നിന്നും സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. ഇത്രയാണ് ശേഷം നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ, ഈ എ, ബി എന്നുള്ള ആ ഡിസ്റ്റൻസ് കോമ്പസിൽ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ പോയിൻ്റാക്കി വെച്ച് ബിയിൽ നിന്നും ഈ ലൈനിലേക്ക് നേരെ ഓപ്പോസിറ്റും അതേപോലെ തന്നെ ബി, എ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. അത് നമുക്ക് എന്തെങ്കിലും ഇയോ, ഡി, ഇ ഇതിന് പേര് കൊടുക്കാം, ഈ പോയിൻറ്റ്സ്. ഇനി സി കേന്ദ്രബിന്ദു ആയിക്കൊണ്ട് നമ്മൾ സി ഇ ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ സി ഡി ഡിസ്റ്റൻസിലോ നമ്മൾ കോമ്പസ് കൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓവൽ ഷേപ്പ് നമ്മൾ മാത്തമാറ്റിക്കായിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് ആണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സെൻറ്ററിലൂടെ എക്സും വൈയും എക്സും വരയ്ക്കുന്നു. അതിന് ഒരു പോയിൻ്റ് കൊടുത്തു, എ, ബി, സി. എന്നിട്ട് എ, ബി റേഡിയസ് ആയി എടുത്തുകൊണ്ട് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ബി, എ ആ ഡിസ്റ്റൻസിൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഈ സി എന്നുള്ള പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഒരു സെമി എല്ലാം ആർക്ക് നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെ അത് നമുക്ക് ഓവലായി കിട്ടും. മാത്തമാറ്റിക്കലി പ്രൂവ്ഡ് ആണ്. ഇങ്ങനെ കിട്ടിയ ഇത് നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും കോമ്പസ് കൊണ്ട് നമുക്ക് ഈ മാത്തമാറ്റിക്കൽ രൂപം വരയ്ക്കണമെന്നില്ല. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഷേപ്പിൽ വരച്ച് പഠിക്കണം. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഇത്രയും വരുന്ന ഭാഗം നമ്മളൊരു സെമി സർക്കിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ തല മുട്ടയടിച്ച ആൾക്കാരൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം. അവരുടെ തല ഇങ്ങനെ ഒരു ഷേപ്പ്, നമ്മുടെ തല അറിയാം ഒരു സെമി സർക്കിളാണ്. അവിടെ കൂർത്തൊന്നും വരാൻ സാധ്യതയില്ല. സെമി സർക്കിളായിട്ട് വേണ്ടി ബാക്കി ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ വരച്ചാൽ ഈസിയായിട്ട് വരയ്ക്കാം. കണ്ടോ, സെമി സർക്കിൾ. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണ്, മൂക്ക്, ചുണ്ട്. ഇത് ഏതേത് സ്ഥലങ്ങളിലാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒന്ന് വിശദീകരിച്ച് തരാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ലൈൻ വരയ്ക്കുന്നത് സെൻറ്ററായിട്ട് വരയ്ക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് നോസ് ലൈൻ എന്നാണ് പറയുക, നോസ് ലൈൻ. ഈ ഇത്രയും അളവിലെ പകുതി വയ്ക്കും. ഈ ലൈനിന് നമ്മൾ ഐ ലൈൻ എന്ന് പറയും. നോസ് ലൈൻ, ഇതിന് ഐലൈൻ. ഇനി വീണ്ടും ഈ ഐലൈനും ഈ താഴത്തെ പോയിന്റിനും സെൻറ്റർ നോക്കാം. അതിനൊരു വര. ഇത് നമ്മൾ അറിയപ്പെടുന്ന നോസ് ലൈൻ തന്നെയാണ്. നോസിൻ്റെ ആ ഒരു ഭാഗമായിട്ട് വരും. ഇനി
ഇവിടുന്ന് താഴോട്ടുള്ള ഈ ഭാഗത്തിന് നമ്മൾ 3 ഡിവിഷനായിട്ട് മാറ്റും. 3 തുല്യ ഡിവിഷനായിട്ട് മാറ്റും. അതിൽ ആ മൂന്നാമത്തെ ഡിവിഷൻ്റെ ഇതിൽ നമ്മൾ ഒരു ലൈൻ വരും. ഈ ലൈനിനെ നമ്മൾ പറയാം ലിപ്പ് ലൈൻ എന്നാണ്. ലിപ്പ് ലൈൻ. ഇനി ഈ നോസ് ലൈനും ഈ ഐ ലൈനും ചേരുന്ന ഈ ഭാഗത്താണ് നമ്മൾ ചെവി വരയ്ക്കും. അതായത് ഈ ഐ ലൈനും ഈ നോസ് ലൈനും താഴെയുള്ള നോസ് ലൈനിൻ്റെയും അതേ അളവിനായിരിക്കും ഈ ചെവിയുടെ അകലം. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. ഇത്രയും ഭാഗത്തിന് വീണ്ടും നമ്മൾ ആപ്പാക്കുന്നു. ഇതിന് നമ്മൾ ഹെയർ ലൈൻ എന്ന് പറയും. ഹെയർ ലൈൻ ഇതിന് 3 ഡിവിഷൻ. 1 ഐബ്രോ ലൈൻ. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ആദ്യം ഓവൽ വരച്ചു, അതിനെ 2 പാർട്ടാക്കി, പിന്നെ അതിൻ്റെ സെൻറ്ററാക്കി, അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്തിന് വീണ്ടും സെൻറ്ററാക്കി, താഴോട്ടുള്ള ഭാഗത്തിന് വീണ്ടും 3 ആക്കി, പിന്നെ മുകളിലും അതേപോലെ തന്നെ സെൻറ്ററാക്കി അപ്പാക്കി, 3-1 ആക്കി. ഇനി ഈ ഐലൈനിലാണ് ഈ ഐലൈനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 2 3 4 5 ഡിവിഷൻ. 1 2 3 4 5 ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അത് നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു മുഖം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ വരിക. അത് നമ്മൾ വരച്ച് പഠിക്കുമ്പോൾ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ടില്ല അത് തന്നെ വരച്ച് പഠിക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് സൈഡും 3/4 ഒക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നടുവിലെ ഈ പോർഷൻ നിർത്തി ഈ ഒരു പോർഷനിലുമാണ് നമ്മൾ കണ്ണ് വരയ്ക്കുക. അത്രയും ലെങ്ത് ഉണ്ടായിരിക്കും ആ കണ്ണ്, അത്രയും ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കണ്ണ് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഒരു ഐൻ്റെ ലെങ്ത് എത്രയാണോ അത്രയായിരിക്കും. അപ്പോൾ അറിയാലോ, 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 വരച്ച് കഴിഞ്ഞാൽ 3 ഓപ്പോസിറ്റ്. ഇനി മൂക്ക് നമ്മൾ ആദ്യം ഒരു ബ്രാക്കറ്റ് ഇടുക. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സിമ്പിളാണ് മൂക്ക് വരച്ചത്. ഇനി ലിപ്പാണ്. ലിപ്പ് 2 പാർട്ടാണ്. ഒരു പാർട്ട് ഈ ലൈൻ്റെ ഈ മൂക്കിൻ്റെ നേരെ താഴെ നിന്ന് കുറച്ച് വിട്ടിട്ട് നേരെ വെട്ടിക്കയറ്റായിട്ട് ഈ ഇവിടെ വരിക. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ ചുണ്ടിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അങ്ങനെ വരച്ചത്. അപ്പോൾ നോസ് ചുണ്ടായി. ഇനി വേണ്ട ഹെയറാണ്. ഹെയർ നമ്മളിവിടെ ആദ്യം ഈ ഇത്രയും ഭാഗത്തിന് സെൻറ്ററാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് വരയ്ക്കാം. ഹെയർ നിങ്ങൾക്ക് എങ്ങനെയാണോ വരയ്ക്കുക. ഈ മുടി ഭാഗം നമുക്ക് എത്ര വാങ്ങി പൊങ്ങിച്ചെടുക്കാം. കാരണം മുടി സ്റ്റഫായി നിൽക്കാത്തതുകൊണ്ട് എത്ര വാങ്ങി പൊക്കി എടുക്കാം. ഈ ഐബ്രോൻ്റെ ലൈനിലാണ് നമ്മൾ ഐബ്രോ. ഈ കൃഷ്ണമണി ഒരു മുകളിൽ മുട്ടിച്ച് താഴെ മുട്ടാതെ വേണം വരയ്ക്കാൻ. നോർമൽ കേസിൽ നോട്ടം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്കൊന്ന് മായ്ച്ച് നോക്കാം. ഇത് ഇപ്പോൾ ഒരു അളവ് പ്രകാരമുള്ള അനാട്ടമിക്കൽ ഈ സിസ്റ്റം നോക്കിയിട്ട് നമുക്കൊരു മുഖം നമുക്ക് ആയിട്ടുണ്ട്. കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഒക്കെ ആ സ്ഥാനം സ്ഥാനത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് വരിക. ഈ ചെവിയുടെ ഈ ലിപ്പിൻ്റെ നേരെ ഇവിടെ നിന്നാണ് കഴുത്ത് തുടങ്ങുക. നമ്മൾ ബോഡി വരച്ചു. ആ ബോഡിയിൽ ഇത്രയും ഭാഗം കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ രൂപമായി. ഇത്
ഏറ്റവും കൂടുതൽ ഭംഗിയിൽ വരയ്ക്കുന്നു അത്രയും നന്നായിട്ട് വരും. കണ്ണും മൂക്കും ഇതൊക്കെ ഷെയ്ഡിങ് ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ ഉണ്ട്. ഇത്രയും സ്ട്രക്ചറൽ ഡിസൈനാണ്. ഇനി നമുക്ക് കൂടുതൽ ഭംഗി കിട്ടണമെങ്കിൽ അതിൻ്റെ ഷെയ്ഡുകളും കാര്യങ്ങളും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വരച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വരിക. അപ്പോൾ ഇത് ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലാവാത്തവർക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. തല വരച്ചു. ഈ താഴോട്ട് ഇങ്ങനെ ഇനി പറഞ്ഞ പോലെ ഇത്രയും ഭാഗത്തിൽ നമ്മൾ 2 ഡിവിഷനാക്കി മാറ്റുന്നു. ഇതിൻ്റെ സെൻറ്റർ ആ സെൻറ്ററിലൂടെ വരയ്ക്കുന്നു. താഴോട്ടുള്ള സെൻറ്ററിനും ആ ലെങ്ത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു 2ആയിട്ട്. ഇനി ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗത്തിൽ നമ്മൾ 3 ഡിവിഷനായിട്ട് മാറ്റുന്നു. ആ ഡിവിഷനിൽ ഒന്നാമത്തതിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ലിപ്പ് ലൈനായി. ഇനി ഇതിൻ്റെ നേരെ മുകളിലേക്ക് പകുതിയാക്കി ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗത്തിന് 3ആക്കി മാറ്റി ഐബ്രോ ലൈൻ, ഹെയർ ലൈൻ, ഐ ലൈൻ, നോസ് ലൈൻ, also this is nose line, ഇത് ലിപ്പ് ലൈൻ. ഈ നോസ് ലൈൻ നമുക്ക് ഇവിടെ തന്നെ ഫിക്സഡ് ആവുന്നില്ല. 3/4 ഒക്കെ ആണെങ്കിൽ ഇത് അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും. ഏത് ഭാഗത്തേക്കാണ് നമ്മൾ നോക്കണമെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് മാറും. അത് 1-2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് ഈ ഐ ലൈനെ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഒരു ഡിവിഷനിൽ കണ്ടുവരും. ഇതിൻ്റെ നേരെ താഴെ ആദ്യം ഒരു ബ്രാക്കറ്റ് ഇടുക. അതിൻ്റെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മൂക്കായി. ഈ കണ്ണിൻ്റെയും ഈ മൂക്കിൻ്റെയും ഈ ലൈനിൽ നേരെ ചെവി വരും. ചെവി വരും. കണ്ണിൻ്റെ കൃഷ്ണോണ്ട് വരയ്ക്കാം. ഈ ചുണ്ടിൻ്റെ നേരെ ലൈനിൽ ഇവിടെ താഴോട്ട് കഴുത്ത് വരയ്ക്കാം. ഈ രീതിയിൽ നമ്മൾ വരയ്ക്കാം. ഇനി നമ്മൾ 3/4 ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് നോക്കണം ആ ഭാഗമാണ്. ഇവിടെ നേരെ സെൻറ്ററാക്കി മാറ്റിയത് ലേശം അങ്ങോട്ട് മാറി. ഇനി ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നേരെ ഈക്വൽ പാർട്സാക്കി മാറ്റുന്നു. ഓവൽ വരച്ചു. അതിൻ്റെ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ നോസ് ലൈൻ വരച്ചു. അതിന് നേരത്തെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററാണ് നോക്കിയത്. ഇവിടെ 3/4 ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഭാവമായതുകൊണ്ട് നമ്മൾ ഈ നോസ് ലൈൻ കുറച്ചും കൂടെ മാറ്റി വെച്ചു. അതിൻ്റെ സെൻറ്ററാക്കി, അതിൻ്റെ താഴോട്ടുള്ള സെൻറ്ററാക്കി. ഇനി ഇതിനെ 3ആക്കി ഡിവൈഡ് ചെയ്തു. ആ ഒരു ഡിവിഷനിൽ നമ്മൾ ലിപ്പ് ലൈൻ വരയ്ക്കുന്നു. മുകളിലോട്ടും അതേപോലെ തന്നെ ഈക്വൽ പാർട്സാക്കി അതിൻ്റെ 3 ഭാഗം കൂടി ഇങ്ങനെ കിട്ടി. ഈ
ഐലൈൻ്റെയും നോസ് ലൈൻ്റെയും നേരെ ചെവി വരച്ചു. ഇവിടെ ചെവിയിൽ കുറച്ച് ഭാഗം കാണിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ ഇനി 5 ആക്കി ഡിവൈഡ് ചെയ്യണമെന്ന്. 5 ആക്കി ഡിവൈഡ് ചെയ്യേണ്ട. തൽക്കാലം നമ്മൾ 3/4 ആകുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടാൻ സാധ്യത. ഇവിടെ ഹെയർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ചുണ്ട് വരച്ചു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിത് എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുന്നു അത്രത്തോളം നന്നായി വരും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ്, ആ ഒരു സൗന്ദര്യബോധം, അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിന് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് ആക്കിത്തീർക്കാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്പ് ഇതാണ്. ബേസിക്കലായിട്ട് സ്റ്റെപ്പ് ഇതാണ്. നമ്മുടെ ആ ഓവലിൻ്റെ ഷേപ്പ്, ഓവൽ വരയ്ക്കാൻ പഠിച്ചു. ഓവലിൻ്റെ ആ ഷേപ്പ് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിനെ നെടുകയും കുറുകയും ഈക്വൽ പാർട്സ് ആക്കി മാറ്റുക. എന്നിട്ട് താഴോട്ടുള്ള ഭാഗത്തിന് വീണ്ടും ഈക്വൽ പാർട്സ് ആക്കുക. പിന്നെ 3-1 ആക്കി അങ്ങനെ വരച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ചിത്രം, തലയുടെ ചിത്രം ഭംഗിയായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. ഇനി കുറച്ച് വരയ്ക്കാൻ കഴിയുന്ന ആളുകളാണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് അതിനകത്ത് വരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യൂ കിട്ടും. ഏത് കോമ്പറ്റീഷനിൽ പോയി വരച്ചാലും അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ വരയ്ക്കേണ്ടത്. പെൺകുട്ടി കാണിച്ചാൽ അതിന് മുടി ഭാഗത്തിലും ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. ഇത് ഇത്രയും ഈ ക്ലാസ്സിൽ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി പറഞ്ഞു തരുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ലിങ്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതൊരു ക്ലാസ് തന്നെയാണ്, ഒരു ഡ്രോയിങ് ക്ലാസ് തന്നെയാണ്. നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് പഠിക്കുന്ന ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഇതിന് പ്രായമില്ല, ഇതൊന്നുമില്ല, വയസ്സൊന്നുമില്ല. കാരണം വെച്ചാൽ എത്ര ചെറിയ ആൾക്കാർക്കും ഫോളോ ചെയ്യാം, വലിയ ആളുകൾക്കും ഫോളോ ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൽ ഇനി ഇത് കഴിഞ്ഞാൽ ഇനി പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു സീനറി, അതിനാണ് നമുക്ക് സാധാരണ തുടങ്ങുന്നത്. സീനറി വരച്ചുകൊണ്ട്, പ്രകൃതി ദൃശ്യം വരച്ചുകൊണ്ട് അതിൽ ആളുകളെ, കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് നിങ്ങൾ അടുത്ത എൻ്റെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഇത്രയും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഈ പൂർണ്ണമായിട്ടും ഒരു പ്രകൃതി ദൃശ്യം നിങ്ങൾക്ക് വരച്ച് പഠിപ്പിക്കണം. ഓക്കെ.